Good morning, girls. Now we are dealing with different types of audit or classification of audit. So, under that, first classification is statutory audit and non-statutory audit. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ആസ് പെർ എനി സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ലോ. അതിൽ വരുന്നതാണ് കമ്പനി ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്, ഇൻഷുറൻസ് ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ്, ട്രസ്റ്റ് ഓഡിറ്റ് ആൻഡ് cooperative society audit. So next we can see what is non-statutory audit or private audit. It is also known as private audit. So there are several business enterprises for which auditing is not compulsory under any law. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് ഇസ് കമ്പൽസറി ആസ് പെർ എനി ലോ. അപ്പോൾ അവർ ഏത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണോ അത്തരം കമ്പനീസ് ഫോം ചെയ്തിരിക്കുന്നത് അത് പ്രകാരം കമ്പൽസറിയാണ്. അങ്ങനെയുള്ള ഓഡിറ്റിങ്ങിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുക. നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത ടൈപ്പ് ഓഫ് ചില ബിസിനസ് ഫേംസ് ഉണ്ട്. അതായത് വെറുതെ പ്രൈവറ്റായിട്ട് നടത്തുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ പ്രൈവറ്റ് ഇൻ ക്യാരക്ടർ, they want to get their accounts audited by some qualified person. Such an audit is not required. It is not required by statute. So it is known as private audit. But these bodies have their own arrangements for audit and run for their own interest, so that their accounts may be subject to a close scrutiny to be made by a professional accountant. അവരുടെ എന്താ പറയുക, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നടത്തുന്നത് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് നോട്ട്, അത് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചോളണം. പ്രൈവറ്റ് ഓഡിറ്റ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ എനി ലോ. അപ്പോൾ ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ഓഡിറ്റ് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇസ് ഓഡിറ്റ് ഓഫ് സോൾ ട്രേഡർ, പ്രൊപ്രൈറ്ററി കൺസേൺസ് ഉണ്ടാവുമല്ലോ. ദെൻ സെക്കൻഡ് വൺ ഓഡിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. ദെൻ തേർഡ് വൺ ഓഡിറ്റ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. ഈ അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ചിലപ്പം ഇങ്ങനെയുള്ള എസ്റ്റേറ്റ് മാനേജേഴ്സ്, റെൻറ്റ് കളക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. അവരുടെ ഓഡിറ്റ്, അവർ അക്കൗണ്ട്സ് ചെയ്യുന്നത് ഏതെങ്കിലും ക്ലർക്കാണെങ്കിൽ അതിൻ്റെ ആക്യുറസി നോക്കാൻ വേണ്ടി, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തും. അതാണ് അതർ ഇൻഡിവിജ്വൽസ് മീൻ ചെയ്യുന്നത്. അതേമാതിരി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീൻ ചെയ്യുന്നത് പ്രോഫിറ്റ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ക്ലബ്, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, കോളേജസ്, സ്കൂൾസ് എക്സെട്ര. Such institutions also require the services of an auditor whose scope of work is defined by an appointment letter. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള ടൈപ്പും വരാം. അപ്പം നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ കാര്യമായിട്ട് ഈ മൂന്നെണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഓഡിറ്റ് ഓഫ് സോൾ ട്രേഡർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി കൺസേൺസ്, ഓഡിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് ഫസ്റ്റ് നോക്കാം ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ എങ്ങനെയാണെന്നുള്ളത്. അപ്പം സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവരുടെ അക്കൗണ്ട് അവർ തന്നെ നടത്തുന്ന ബിസിനസ്സാണ്, ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. സോ ഇൻ ദിയർ കേസ് ഓഡിറ്റിംഗ് ഇസ് നോട്ട് കമ്പൽസറി. സോ ദി സോൾ ട്രേഡർ ഡിസൈഡ്സ് ആസ് ടു വെദർ ഓഡിറ്റിംഗ് ഷുഡ് ബി ഡൺ ഓർ നോട്ട്. an auditor is appointed by the sole trader based on an agreement. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതെല്ലാം ആരാണ്? ഈ സോൾ ട്രേഡർ തന്നെയായിരിക്കും. അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എഗ്രിമെൻറ്റിൽ എഴുതും. ഇത് സോൾ ട്രേഡർക്ക് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എന്ത് ഗുണം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഓഡിറ്റിംഗ് എനേബിൾസ് ദ സോൾ ട്രേഡർ ടു ബി assured that his accounts have been prepared correctly and that there are no frauds on the part of his employees. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് സോൾ ട്രേഡർ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് കമ്പൽസറി അല്ല. ഇതൊരു ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഓഡിറ്റാണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതേപോലെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് റൺ ബൈ സെവറൽ പാർട്ട്നേഴ്സ്. അപ്പോൾ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സച്ച് ഫേംസ് ഇസ് ഓൾവേസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവരെന്ത് ചെയ്താൽ മതി, ഓഡിറ്റ് ചെയ്താൽ മതി. അപ്പം ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സാണ് അണ്ടർ മ്യൂച്വൽ അഗ്രിമെൻറ്റ്.
ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലാണെങ്കിൽ ദ ഓഡിറ്റർ ഇസ് പറഞ്ഞല്ലോ ഇറ്റ് ഇസ് നോട്ട് അപ്പോയിൻറ്റഡ് ബൈ അണ്ടർ എനി സ്റ്റാറ്റ്യൂട്ട് ബട്ട് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റർ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, അതെല്ലാം ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റ് ടു മോഡിഫിക്കേഷൻ. മനസ്സിലായല്ലോ. നേരെ മറിച്ച് കമ്പനീൻ്റെ കേസാണെങ്കിൽ, ജോയിൻറ്റ് സ്റ്റഫ് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് ലീഗലി കമ്പൽസറി ആൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അതേമാതിരി പവേഴ്സ് എക്സെട്ര ആർ ഓൾസോ ഡിഫൈൻഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്. And in their case, the audit should be also possess, the auditor should possess the qualifications as laid down by Companies Act. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ ഓഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? ഫെസിലിറ്റേറ്റ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ് അമംഗ് ദി പാർട്ട്നേഴ്സ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസാണ് വരുന്നത് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ദർ ആർ സെവറൽ ഇൻഡിവിജ്വൽസ് ഹു ക്യാരി ഓൺ ബിസിനസ് ആൻഡ് ഏൺ സാറ്റിസ്ഫാക്ടറി റിട്ടേൺസ്. എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. റെൻറ്റ് കളക്ടേഴ്സ്, എസ്റ്റേറ്റ് മാനേജേഴ്സ്, അതേമാതിരി ഇൻഷുറൻസ് ഏജൻറ്റ്സ്, ഷെയർ ബ്രോക്കേഴ്സ് എക്സെട്ര. അപ്പോൾ ദേ അപ്പോയിൻറ്റ് അക്കൗണ്ടൻസ് ടു പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ദിയർ അക്കൗണ്ട്സ്. അപ്പോൾ ആ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ അവരുടെ ക്ലർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അവരുടെ കേസിലും കമ്പൽസറി അല്ല. അപ്പോൾ ദ ഓഡിറ്റ് ഓഫ് ദിയർ അക്കൗണ്ട്സ് ക്യാൻ ഹെൽപ്പ് ദീസ് ഇൻഡിവിജ്വൽസ് ടു റിലൈ ഓൺ or otherwise on their clerks or accountants. Moreover, if their accounts are properly audited by a qualified auditor, they are not liable to be harassed by taxation authorities. അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ ഈ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്താ പറയുക, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇതേപോലെ തന്നെ നടത്താറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്ലബ്സ്, ഹോസ്പിറ്റൽസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഓഡിറ്റിംഗ് ഹെൽപ്പ് സച്ച് പീപ്പിൾ ടു അസർടൈൻ ദ ട്രൂ ഇൻകം ഫ്രം ദിയർ ബിസിനസ്. Audited accounts are generally accepted as correct by income tax authorities എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ കംസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ്, അതേമാതിരി എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ പേഴ്സൺസ് ഹു കണ്ടക്ട് ദ ഓഡിറ്റ് വർക്ക്. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും ആ വർക്ക് ചെയ്യുക. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡൺ ബൈ എക്സ്റ്റേണൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ്, അതായത് ഹു ഹാവ് ദാറ്റ് സ്പെസിഫൈഡ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ്. ഓഡിറ്റർ ആവാൻ യോഗ്യതയുള്ള പുറമേ ഉള്ള ആളുകളെ പുറമേ നിന്ന് വെച്ചും കൊണ്ട് അങ്ങനെയുള്ള ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പേഴ്സൺസ് ഹു കോണ്ടക്ട് ദി ഓഡിറ്റ് വർക്ക്. ഓക്കെ. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് ഇസ് ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആരാ ചെയ്യുന്നത്? അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുക. വൈൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. രണ്ടും തമ്മിൽ നേച്ചർ ഓഫ് വർക്ക് ഡൺ ബൈ ബോത്ത് ദീസ്, അതായത് ഇൻറ്റേർണൽ ഓഡിറ്റർ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റർ ആർ സെയിം, ബട്ട് ദ ഇൻറ്റേർണൽ ഓഡിറ്റർ മേ നോട്ട് ഹാവ് മച്ച് ഇൻഡിപെൻഡൻസ് ആസ് ദാറ്റ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. ഇൻറ്റേർണൽ ഓഡിറ്റർക്ക് എന്തായാലും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഫേമിനോട്. അപ്പോൾ അത്രയൊരു ഇൻഡിപെൻഡൻ്റ് ആവില്ല അയാളുടെ വർക്ക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റർ നമ്മൾ പഠിച്ചല്ലോ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിൽ. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഓഡിറ്റർ, അതായത് ഒന്നിനും വഴങ്ങാൻ പാടില്ല. അയാൾക്കൊരു ഉറച്ച നിലപാട് ഉണ്ടാവണം. ഓക്കെ. സോ മോർ ഓവർ ദ ഇൻറ്റേർണൽ ഓഡിറ്റർ ഓൾസോ ചെക്സ് കംപ്ലയൻസ് വിത്ത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ലേ ഡൗൺ ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് എഫിഷ്യൻസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വിച്ച് പ്രിവെൻറ്റ്സ് മാനിപ്പുലേഷൻ, എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നേരെ മറിച്ച് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതായത് ശരിക്കും പുറമേ നിന്ന് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ വെച്ചും കൊണ്ട് നടത്തുന്ന ഓഡിറ്റാണ്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ബോത്ത് ആർ കണ്ടക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺസ് ടു പ്രൊവൈഡ് എൻ ഒപ്പീനിയൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ. അപ്പം നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം, ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും. ആദ്യത്തെ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇൻറ്റേർണൽ ഓഡിറ്റ് ഇസ് ഡൺ ബൈ എംപ്ലോയീസ് ഓഫ് ദി കൺസേൺ. എക്സ്റ്റേണൽ ഓഡിറ്റ് ഇസ് ഡൺ ബൈ പ്രൊഫഷണൽ ഓഡിറ്റർ ഔട്ട്സൈഡ് ദി ബിസിനസ് കൺസേൺ. ഇനി വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്? ടു ഇംപ്രൂവ് ആൻഡ് കംപ്ലൈ വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്.
അപ്പം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവാണെന്ന് ഉറപ്പ് വരുത്താനും അതേമാതിരി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഉദ്ദേശം. എക്സ്റ്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ടു ചെക്ക് ദ റിലയബിലിറ്റി ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് അതർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഉദ്ദേശം ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മാനേജ്മെൻറ്റ്. നേരെ മറിച്ചിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ്. നേരെ മറിച്ചിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാനേജ്മെൻറ്റ്. നേരെ മറിച്ചിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്, അതായത് കമ്പൽസറി ആണല്ലോ. അപ്പോൾ സ്കോപ്പ് ഓഫ് വർക്കിൽ അതാ വരുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്റ് വിൽ ഡിഫൈൻ on the basis of business activity. External auditor will define on the basis of the information required to express opinion. Then duties are determined by internal auditor duties are determined by management. നേരെ മറിച്ച് external auditors duties are fixed by the statute. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഓഡിറ്റ്. ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പീരിയോഡിക്കൽ വർക്ക്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ്. പക്ഷേ ഓഡിറ്റർ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണെങ്കിൽ ഹി ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. ദെൻ റിപ്പോർട്ട് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഇസ് സബ്മിറ്റഡ് ടു ദ മാനേജ്മെൻറ്റ്. നേരെ മറിച്ച് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് ആർക്കാ ഓഡിറ്റർ കൊടുക്കേണ്ടത്? ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുക എക്സ്റ്റേണൽ ഓഡിറ്റർ. സോ ദ റിപ്പോർട്ട് ഓൾസോ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ internal audit is mainly concerned with prevention and detection of frauds and errors. നേരെ മറിച്ചിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റിൽ കാര്യമായിട്ട് ഒരു സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ആക്യുറസി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോണത് കൺകറൻറ്റ് ഓഡിറ്റ് ഓർ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് പീരിയോഡിക്കൽ ഓഡിറ്റ്. കൺകറൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് അറ്റ് റെഗുലർ ഇൻറ്റർവൽസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു വർഷത്തിൽ 365 ദിവസവും ഓഡിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. റെഗുലർ ഇൻറ്റർവൽസിൽ ഓഡിറ്റ് ചെയ്യുക. ഓഡിറ്റർ വിസിറ്റ്സ് ക്ലയൻറ്റ് അറ്റ് റെഗുലർ ഇൻറ്റർവൽസ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ചെക്സ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. സാധാരണ ഓഡിറ്റ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് December 31 അല്ലെങ്കിൽ March 31 അക്കൗണ്ട്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത് കഴിഞ്ഞാലാണ് ഓഡിറ്റിംഗ് നടത്തുക. മനസ്സിലായല്ലോ? അപ്പം അതിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് റെഗുലർ ഇൻറ്റർവെൽസിൽ വിസിറ്റ് ചെയ്തിട്ട് ഈ വലിയ വലിയ ബിസിനസ് ഹൗസസ് ആകുന്ന സമയത്താണ് ഇത് നടത്തുക. So at the end of the year, auditor checks the profit or loss account and the balance sheet. It is not of much use to small firm as its accounts can be audited at the end of the financial year without much loss of time എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് ദ ഇയർ. Generally, business undertakings like electricity board, transport corporations, etc. have concurrent audit system carried out by the account general. Okay. അപ്പോൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് പ്രിഫർ ടു എംപ്ലോയ് ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഇൻ ദിസ് കേസ്. ഇതൊരു ഡെഫിനിഷനും തന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ. എന്താണ് കണ്ടിന്യൂസ് ഓർ ഡീറ്റെയിൽഡ് ഓഡിറ്റ്? ഇൻവോൾവ്സ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ബൈ ദി ഓഡിറ്റർ അറ്റൻഡിങ് അറ്റ് റെഗുലർ ഇൻറ്റർവെൽസ്, say weekly, fortnightly or monthly during the whole period of trading. In businesses where continuous audit is applicable, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ എങ്ങനെയൊക്കെയുള്ള ബിസിനസ്സിലാണ്, where it is desired to present the final accounts immediately after the close of financial year. അപ്പോൾ 31 മാർച്ചിന് ഇതാക്കണം എന്ന് വെച്ചാൽ ആ കറക്റ്റ് ടൈമിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണെങ്കിൽ അവരതൊക്കെ കണ്ടിന്യൂസ് ഓഡിറ്റ്. കാരണം ആദ്യം മുതലേ ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെക്ക് ചെയ്യൽ മാത്രമേ പണി ഉണ്ടാവുള്ളൂ ഓഡിറ്റർക്ക്. Then where the business is very large and the volume of transaction is very large,
Then where monthly or quarterly final accounts are to be presented to the management. ചില ഓർഗനൈസേഷൻ അങ്ങനെ ഉണ്ടാവും, അവരുടെ മന്ത്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണേണ്ടി വരും, അല്ലെ ക്വാർട്ടേർലി ഹാഫ് ഇയർലി. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ എന്ത് വേണം? കണ്ടിന്യൂസ് ഓഡിറ്റേഴ്സ് മസ്റ്റ്. Then where there is no effective system of internal check system in an operation. Internal check system prevail ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടും. അങ്ങനെ ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താവശ്യമായിരിക്കും? കണ്ടിന്യൂസ് ഓഡിറ്റേഴ്സ് നീഡഡ്. മനസ്സിലായല്ലോ? ഇനി അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓഡിറ്റർ ചെക്സ് അക്കൗണ്ട്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ആൻഡ് ഇൻ ഡീറ്റെയിൽ. ഇത്രയും കൃത്യമായിട്ട് നോക്കി പോവുക ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഓക്കെ. ദെൻ ക്വിക്ക് പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് റെഗുലറായിട്ട് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് റെഗുലർ ആൻഡ് കോൺസ്റ്റൻറ്റ് ചെക്കിംഗ് ഓഫ് അക്കൗണ്ട്സ് ഹെൽപ്സ്. എന്താ പറയുക, ഫൈനൽ അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് വിത്തൗട്ട് എനി ഡിലേ. ദെൻ അപ് ടു ഡേറ്റ് വർക്ക് ബൈ സ്റ്റാഫ്. അതായത് കോൺസ്റ്റൻറ്റ് വിസിറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് വിൽ ഹാവ് ദ ഇഫക്റ്റ് ഓൺ ദ സ്റ്റാഫ് ടു കീപ് ദ വർക്ക് അപ് ടു ഡേറ്റ്. ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ള ഒരു ഇതിൽ ചെക്ക് ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ എന്ത് ചെയ്യും, സ്റ്റാഫൊക്കെ എന്ത് ചെയ്യുന്ന അവരുടെ വർക്ക്സൊക്കെ അപ് ടു ഡേറ്റ് ആക്കി വെക്കും. ദെൻ നോളജ് ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ്. അതായത് സിൻസ് ദ ഓഡിറ്റർ ഇസ് എ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് ദ ബിസിനസ്, ഹി ക്യാൻ നോ ദ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ബിസിനസ് വിച്ച് വിൽ ഹെൽപ്പ് ഹിം ഇൻ ഹിസ് വർക്ക്. അതായത് ഇയർ എൻഡിലല്ലല്ലോ വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസും ഓഡിറ്റർക്ക് അറിയാൻ പറ്റും. ദെൻ എഫിഷ്യൻറ്റ് ഓഡിറ്റ്. ആസ് ദ ഓഡിറ്റർ ആൻഡ് സ്റ്റാഫ് ഹാവ് സഫിഷ്യൻറ്റ് ടൈം അറ്റ് ദിയർ ഡിസ്പോസൽ, ദേ ക്യാൻ ചെക്ക് ദി അക്കൗണ്ട് ഇൻ ഡീറ്റെയിൽ. അതുകൊണ്ട് ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എൻ എഫിഷ്യൻറ്റ് ഓഡിറ്റ്. Then preparation of interim reports. അതായത് if directors decide to declare interim dividend, interim accounts and reports, it can be prepared without much difficulty if there is an continuous audit system prevails. Okay. Then moral check on the client staff. The auditor, if the auditor visits regularly, there will have a considerable moral check on the clerks preparing the accounts എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. അതായത് ഓഡിറ്റ് സ്റ്റാഫ് മേ ബി സെൻഡ് ടു ദിയർ ക്ലയൻറ്റ്സ് ഓൺ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. ദസ് ദ ഹോൾ സ്റ്റാഫ് ക്യാൻ ബി കെപ്റ്റ് ബിസി ത്രൂ ഔട്ട് ദി ഇയർ. അതേപോലെ ഓഡിറ്റർ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഇയർ എൻഡ് ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല. ദ ഓഡിറ്റർ ക്യാൻ പ്ലാൻ ഹിസ് വർക്ക്, ഓഡിറ്റ് വർക്ക് ആൻഡ് പ്രൊസീഡ് ദ വർക്ക് വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ് ബിക്കോസ് ഹി ഹാസ് സഫിഷ്യൻറ്റ് ടൈം ടു കംപ്ലീറ്റ് ദി വർക്ക്. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് പറയുന്നത്. ഇറ്റ് ഹാസ് സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് ഓൾട്രേഷൻ ഓഫ് ഫിഗേഴ്സാണ്. അതായത് എല്ലാം ആദ്യം ചെയ്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക, ബാലൻസ് ഷീറ്റിൽ ഇതാണോ നോക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തിനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഓൾട്ടറിങ് ദ ഫിഗേഴ്സ് ചെക്ക് ബൈ ദി ഓഡിറ്റർ ബൈ ഡിസോണസ്റ്റ് സ്റ്റാഫ്. മനസ്സിലായോ? ദെൻ ഡിസ്ലൊക്കേഷൻ പറയുന്നുണ്ട്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റ് വിസിറ്റ് ബൈ ദി ഓഡിറ്റർ മേ ഡിസ്ലൊക്കേറ്റ് ദ റെഗുലർ വർക്ക് ഓഫ് ദി ബിസിനസ്. അതായത് എന്നും ഇന്ന് ഓഡിറ്റർ വരുമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അതിലേക്കാവും കോൺസെൻട്രേഷൻ. അപ്പോൾ അത് എന്തിനെ എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത് റെഗുലർ വർക്ക് ഓഫ് ദി ബിസിനസ്. ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. യാതൊരു ഡൗട്ടും ഇല്ല. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ദെൻ മോർ ക്ലറിക്കൽ വർക്ക്. അതായത് ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവ് നോട്ട് ടേക്കിംഗ് മേ ബി നെസസറി ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓൾട്രേഷൻസ് ഇൻ ദ ഫിഗേഴ്സ് ആഫ്റ്റർ ചെക്കിങ്. അപ്പോൾ അവിടെ ഒരു ക്ലറിക്കൽ വർക്ക് കൂടുതലായി ഇവർ ചെക്ക് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യപ്പെടുകയാണല്ലോ. ദെൻ മൊണോട്ടണസ് വർക്ക്. അതായത് വർക്ക് ഓഫ് ദ ഓഡിറ്റർ മേ ബിക്കം മൊണോട്ടണസ് ബിക്കോസ് ഓഫ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ടു ദ ക്ലയൻസ് ഓഫീസ് എന്നാണ് പറയും. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചില പ്രിക്കോഷൻസ് നടത്തണം. അതായത് ആദ്യം ഓഡിറ്റർ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ വന്ന് ചെക്ക് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രം പെട്ടെന്ന് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ദ ഫോളോയിങ് പ്രിക്കോഷൻസ് മേ ബി ടേക്കൺ ഇൻ ഓർഡർ ടു മേക്ക് കണ്ടിന്യൂസ് ഓഡിറ്റ് മോർ യൂസ്ഫുൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നോ ഓൾട്ടറേഷൻ ഷുഡ് ബി അലൗഡ് ടു മേക്ക് ആഫ്റ്റർ ചെക്കിംഗ് ദ എൻട്രീസ് ബൈ ദി ഓഡിറ്റർ വിത്തൗട്ട് ഹിസ് പെർമിഷൻ. രണ്ടാമത്, ഇഫ് എനി ഓൾട്ടറേഷൻ ഇസ് മെയ്ഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ഓൺലി
with the help of a rectifying entry in the journal. Then well prepared audit program should be prepared so that checking of a particular book should be complete in one visit. Then regarding any answered queries, a note should be made in the ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്കിൽ എന്തെങ്കിലും അയാൾക്ക് എന്തിനെങ്കിലും ഉത്തരം കിട്ടാതെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യാം. എ സീക്രട്ട് ടിക്ക് മാർക്ക് ഷുഡ് ബി പുട്ട് ഇഫ് എനി ഓൾട്ടറേഷൻ ഇസ് മെയ്ഡ് ഇൻ എനി ഫിഗർ ബൈ ദി ഓഡിറ്റർ. ഓഡിറ്ററിന് എന്തെങ്കിലും ഫിഗറിൽ ചേഞ്ച് വരുത്തുക, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സീക്രട്ട് ടിക്ക് മാർക്ക് നല്ലതാണ്. കാരണം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ചെയ്തതാണെന്നുള്ളത്. An auditor should pay surprise visits so that the clerks of the client may not know the exact date of the visit of the auditor. അതായത് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തപ്പിപ്പിടിച്ച് എല്ലാം കൂടെ ഒപ്പിച്ച് വെക്കുന്നതിന് നല്ലത് എങ്ങനെയുള്ള വിസിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സർപ്രൈസ് വിസിറ്റ് ആയിരിക്കണം. Then checking of nominal accounts may be postponed till the time of final audit so that fraud can be avoided in personal accounts by passing fictitious entries in the impersonal accounts. And monotony of audit work can be reduced by proper division of work among the audit staff. Okay, so these are the advantages and disadvantages of continuous audit. ഇനി നമുക്ക് നോക്കാനുള്ളത് പീരിയോഡിക് ഓഡിറ്റ് ആണ്. പീരിയോഡിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് പീരിയോഡിക്കലി, അതായത് ഇറ്റ് ഈസ് ക്വാർട്ടേർലി ഓർ ഹാഫ് ഇയർലി. When the quarterly or half-yearly financial statements are prepared, auditors come and verify the accounts. Later, when the annual final accounts are prepared, the accounts for the remaining period are verified and final audit report is prepared. So, periodical audit reduces the burden of work of statutory auditor to complete the work within the scheduled time. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുക, കണ്ടിന്യൂസ് ഓഡിറ്റിൽ റെഗുലർ ഇൻ്റർവെൽസിൽ വന്നുകൊണ്ടേയിരിക്കും ഓഡിറ്റർ. നേരെ മറിച്ച് പീരിയോഡിക് തന്നെ ഒന്നുകിൽ ക്വാർട്ടേർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അങ്ങനെയുള്ളതേ ഉള്ളൂ. അപ്പം ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട് ബാർട്ട്ലി ബോയ്. എ പീരിയോഡിക്കൽ ഓഡിറ്റ് ഓർ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഇസ് വൺ where the auditor attends only at the end of the financial period and certifies the final settlement of accounts after scrutinizing the same with the books of accounts, vouchers and documents. അപ്പോൾ ഈ പീരിയോഡിക് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when auditing is performed at the end of the financial period after final accounts are ready and the process of auditing continues without stop till it is called periodic audit. അപ്പോൾ ഒരു ഡെഫിനേഷൻ, the periodical or completed audit is one which is begun only after the close of financial period to which it relates. അപ്പോൾ ഈ പീരിയോഡിക്കൽ ഓഡിറ്റിന് രണ്ട് തരത്തിൽ വരുന്നുണ്ട്, ഇൻറ്ററിം ഓഡിറ്റ് ആൻഡ് ഫൈനൽ ഓഡിറ്റ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ക്വാർട്ടേർലി ഹാഫ് ഇയർലി ഒക്കെ നടത്തുകയാണെങ്കിൽ ഇൻറ്ററിം ഓഡിറ്റ് ആവും. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിലാണെങ്കിൽ ഫൈനൽ ഓഡിറ്റ്. അപ്പം വൈൽ ഇൻറ്ററിം ഓഡിറ്റ് ഇസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു final audit dates. Final audit എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ഹോൾ ഇയർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പീരിയോഡിക് ഓഡിറ്റ് നോക്കാം. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നോ ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക്, അതായത് ആസ് ദ ഓഡിറ്റർ വിസിറ്റ്സ് ദ കൺസേൺ ഓൺലി പീരിയോഡിക്കലി ദ റൂട്ടീൻ അക്കൗണ്ടിങ് വർക്ക് ഓഫ് ദ കൺസേൺ ഇസ് നോട്ട് ഇൻട്രപ്റ്റഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്, അതായത് പീരിയോഡിക്കലി മാത്രമേ വരുന്നുള്ളൂ, ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുള്ളൂ. അപ്പം കോസ്റ്റ് എന്താണ്, ഓഡിറ്റ് പീരിയോഡിക്കൽ കോസ്റ്റ് ഓഡിറ്റിൻ്റെ കോസ്റ്റ് ഇസ് ലെസ്. ദെൻ ലോവർ മാനിപ്പുലേഷൻ ഓഫ് ഫിഗേഴ്സ്, അതായത് പോസിബിലിറ്റി ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ഫിഗേഴ്സ് വിച്ച് ഹാവ് ബീൻ ഓൾറെഡി ചെക്ക്ഡ് ബൈ ദ ഓഡിറ്റർ ഇസ് ലെസ് ഇൻ പീരിയോഡിക്കൽ ഓഡിറ്റ്. ദെൻ ഈസി കംപ്ലീഷൻ ഓഫ് വർക്ക്, അതായത് വർക്ക് ഓഫ് ഓഡിറ്റർ ക്യാൻ ബി കംപ്ലീറ്റഡ് ക്വിക്ക്ലി വിത്തിൻ എ റീസണബിൾ ടൈം എന്നാണ് പറയുന്നത്. മൊണോട്ടണി ഇല്ല. ദ ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക് ക്യാൻ ബി പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് ഹെൻസ് ദ വർക്ക് ഡസ് നോട്ട് ബിക്കം മെക്കാനിക്കൽ ഓർ മൊണോട്ടണസ് എന്നാണ് പറയുന്നത്. ദെൻ ഈസി ഷെഡ്യൂൾ, ദ ഓഡിറ്റ് പ്രോഗ്രാം ക്യാൻ ബി പ്രിപ്പയർഡ് ഈസിലി. ദെൻ നോ അൺഡിസയറബിൾ കൊല്യൂഷൻ, ദർ ഇസ് നോ ചാൻസ് ടു എസ്റ്റാബ്ലിഷ് ആൻ അൺഡിസയറബിൾ കൊല്യൂഷൻ ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് എംപ്ലോയി. മനസ്സിലായല്ലോ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പീരിയോഡിക് ഓഡിറ്റ്. സം ഡിസഡ്വാൻറ്റേജസ് ആർ ഓൾസോ ദെയർ. എന്താ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഡീറ്റെയിൽ ചെക്കിങ് ഇസ് നോട്ട് പോസിബിൾ. മനസ്സിലായല്ലോ.
ദെൻ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതായത് പെട്ടെന്ന് നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാഫ് ഇയർലി അങ്ങനെയാണല്ലോ ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, ആസ് ദ വർക്ക് ഓഫ് ദ ഓഡിറ്റർ ഇസ് ഡൺ ഇൻ എ കണ്ടിന്യൂസ് സെഷൻ ഓഫ് എ സ്മോൾ ഡ്യൂറേഷൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. Then delay in presentation of accounts, അതായത് usually there is a delay in getting the auditor's report and hence annual general meeting cannot be convened immediately after the close of the financial year. Then not practical in large business houses, അതായത് ഈ പീരിയോഡിക് ഓഡിറ്റ് എന്ന് പറയുന്നത് ലാർജ് ബിസിനസ് ഹൗസസിൻ്റെ കേസസിൽ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് suitable for them. Then difficulty in completion of the work, അതായത് auditors may find it very difficult to complete the work within prescribed time, particularly when the auditors have a number of clients whose financial year ends on the same date. Then no up-to-date accounts, as the auditor visits the organization only occasionally, the accounting staff in the organization may not be regular and up-to-date in preparing accounts എന്നാ പറയുന്നത്. ഓക്കെ, ദർ ആർ സം ഡിഫറൻസസ് കണ്ടിന്യൂസ് ഓഡിറ്റും പീരിയോഡിക്കൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും കൂടി ഒന്ന് നോക്കാം. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫോംഡ് ത്രൂ ഔട്ട് ദി ഇയർ. നേരെ മറിച്ച് പീരിയോഡിക് ഓഡിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ദെൻ കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്റ്റെൻസീവ് ചെക്കിങ് ഇസ് പോസിബിൾ. നേരെ മറിച്ചിട്ട് പീരിയോഡിക്കൽ ഓഡിറ്റിൽ ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്റ്റെൻസീവ് ചെക്കിങ് ഇസ് നോട്ട് പോസിബിൾ. Then continuous audit is suitable in the case of big concerns. നേരെ മറിച്ച് പീരിയോഡിക്കൽ ഓഡിറ്റ് is suitable in the case of small concerns. Continuous audit is very expensive. Periodical audit എന്ന് പറഞ്ഞാൽ it is comparatively less expensive. Then continuous audit easy, in the case of continuous audit it is easy to detect errors and frauds. നേരെ മറിച്ച് പീരിയോഡിക്കൽ ഓഡിറ്റ് ആണെങ്കിൽ detection of errors and frauds is difficult. Then continuous ഓഡിറ്റിൻ്റെ കേസിൽ ദർ ഈസ് പോസിബിലിറ്റി ഇൻ ദ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആഫ്റ്റർ ചെക്കിങ് ഇറ്റ് ബൈ ദി ഓഡിറ്റർ. ഓൾട്ടറേഷൻ വരുത്താനുള്ള ചാൻസ് കൂടുതലാണ് പറഞ്ഞല്ലോ. നേരെ മറിച്ച് പീരിയോഡിക്കൽ ഓഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ ഡേഞ്ചർ ഓഫ് മാനിപ്പുലേഷൻ ഡൺ ബൈ ദി ഓഡിറ്റർ ഇസ് വെരി ലെസ്. ഐ മീൻ ഡേഞ്ചർ ഓഫ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇസ് ലെസ് എന്നാണ് പറയുന്നത്. ദെൻ കണ്ടിന്യൂസ് ഓഡിറ്റിൽ ദർ ഇസ് നോ ഡിലേ ഇൻ ഗെറ്റിംഗ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് കൺവീനിങ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. കാരണം എല്ലാം പെട്ടെന്ന് നടക്കും, കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ഈസിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് മീറ്റിങ്ങും നടക്കാം. നേരെ മറിച്ചിട്ട് ദർ ഇസ് ഡിലേ ഇൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് കൺവീനിങ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഇൻ ദ കേസ് ഓഫ് പീരിയോഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, താങ്ക് യു. ദീസ് ആർ ദ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. കഴിഞ്ഞിട്ടില്ല, ഇനി സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതും കൂടെ വരുന്നുണ്ട്, അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.